കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി ഭൂമിയിൽ അവതരിച്ച ദിനമാണ് നരസിംഹജയന്തി. ഈ വർഷം നരസിംഹജയന്തി വരുന്നത് ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ്. അമ്മയുടെ പ്രതീകമായ ഹിരണ്യകശിപുവിനെ വധിച്ച് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനാണ് ഭഗവാൻ മനുഷ്യ ശരീരവും സിംഹത്തിന്റെ തലയുമുള്ള രൂപത്തിൽ അവതരിച്ചത്. ഈ ദിവസത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ അവതാര ലക്ഷ്യം അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. നരസിംഹ ജയന്തിയുടെ തിഥി വരുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി തിഥിയിലാണ്. ഈ ദിവസം സന്ധ്യാസമയത്താണ്, അതായത് സൂര്യൻ അസ്തമിക്കുന്ന വേളയിലാണ് ഭഗവാൻ തൂണിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നരസിംഹ ജയന്തിക്കുള്ള ആചാരങ്ങൾ ഇപ്രകാരമാണ്. ഭക്തർ ഈ ദിവസം പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് ഭഗവാന് പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നു. നരസിംഹ കവചം, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. നരസിംഹ ജയന്തിയുടെ പ്രത്യേകത എന്തെന്നാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും ശക്തിയേറിയതും എന്നാൽ ഭക്തരോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നതുമായ രൂപമായാണ് നരസിംഹമൂർത്തിയെ കാണുന്നത്. തടസ്സങ്ങൾ നീങ്ങാനും ഭയത്തിൽ നിന്ന് മുക്തി നേടാനും നരസിംഹ ജയന്തി ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നരസിംഹ അവതാരത്തിൻ്റെ പിന്നിലെ കഥ നമുക്ക് നോക്കാം. ഹിരണ്യകശിപു എന്ന അസുര രാജാവ് കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടി. മനുഷ്യനോ മൃഗമോ പകലോ രാത്രിയോ അകത്തോ പുറത്തോ ഭൂമിയിലോ ആകാശത്തോ ആയുധങ്ങൾ കൊണ്ടോ തന്നെ വധിക്കാൻ പാടില്ല എന്നതായിരുന്നു ആ വരം. വരഫലത്താൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ലോകത്തെ പീഡിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ ജനിച്ചത് തന്നെ മഹാവിഷ്ണുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടായിരുന്നു. മകനെ ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പലവട്ടം ശ്രമിച്ചു. പക്ഷേങ്കിലോ പരാജയപ്പെട്ടു. ഒടുവിൽ നിന്റെ ഹരി എവിടെയാണ് എന്ന് ചോദിച്ച ഹിരണ്യകശിപുവിനോട് ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. കോപം പൂണ്ട ഹിരണ്യകശിപു കൊട്ടാരത്തിലെ തൂണ് അടിച്ചു തകർത്തു. ആ തൂണിൽ നിന്ന് പ്രഹ്ലാദന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ കൽത്തൂണ് പിളർന്ന് പുറത്തു വന്നു. മനുഷ്യനുമല്ലാത്ത സിംഹവുമല്ലാത്ത നരസിംഹരൂപം. ബ്രഹ്മാവിൻ്റെ വരം ഒട്ടും ലംഘിക്കാതെ സന്ധ്യാസമയത്ത്, അതായത് പകലുമല്ല രാത്രിയിലുമല്ല, വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചിട്ട്, അതായത് അകത്തുമല്ല പുറത്തുമല്ല, തൻ്റെ മടിയിൽ കിടത്തി, ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, നഖങ്ങൾ കൊണ്ട് ആയുധവും ഉപയോഗിച്ചിട്ടില്ല. അപ്രകാരം ഭഗവാൻ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായിട്ട് നാം ആഘോഷിക്കുന്നത്. ഈ ദിവസം സന്ധ്യ വരെ വ്രതമനുഷ്ഠിക്കുന്നതും നരസിംഹ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവഭയങ്ങളിൽ നിന്നും മുക്തി നൽകുമെന്നും വിശ്വാസമുണ്ട്. നരസിംഹമൂർത്തിയുടെ മന്ത്രമായ ഈ മന്ത്രം നമുക്ക് നരസിംഹ ജയന്തിയായ ഏപ്രിൽ 30 സന്ധ്യയ്ക്ക് ചൊല്ലാം. മന്ത്രം ഇപ്രകാരമാണ്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യും നമാമ്യഹം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ഭയങ്കരനും വീരനും മഹാവിഷ്ണുവുമായ എല്ലാ വശങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്നവനും ഭയാനകനും എന്നാൽ മംഗളസ്വരൂപനും ഇവൻ്റെ മൃത്യുവായവനുമായ നരസിംഹമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നരസിംഹ ഭഗവാനെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ലഘുവായ മന്ത്രം പറഞ്ഞു തരാം. ഓം നമോ ഭഗവതേ നരസിംഹായ, ഓം നമോ ഭഗവതേ നരസിംഹായ, ഓം നമോ ഭഗവതേ നരസിംഹായ. ഈ ലഘുവായ മന്ത്രം ഭഗവാനെ സ്തുതിക്കാനായിട്ട് നമുക്ക് ഈ നരസിംഹ ജയന്തി ദിനത്തിൽ ജപിക്കാവുന്നതാണ്. നാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നരസിംഹ ജയന്തി ദിവസം സന്ധ്യാസമയത്ത്, അതായത് ഭഗവാൻ അവതരിച്ച നേരം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് കരുതപ്പെടുന്നു.
രണ്ടാമതായിട്ട് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കുവാനും ഭക്തനായ പ്രഹ്ലാദനെ പോലെ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഈശ്വരൻ ഏതു പ്രതിസന്ധിയിലും നമ്മെ രക്ഷിക്കാൻ എത്തും എന്ന വലിയ പാഠമാണ് നരസിംഹാവതാരം നമുക്ക് നൽകുന്നത്. ഇവർക്കും ഹൃദയം നിറഞ്ഞ നരസിംഹ ജയന്തി ആശംസകൾ നേരുന്നു. ഒപ്പം നരസിംഹമൂർത്തി ഭഗവാന്റെയും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.